എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ ഓശാനയുടെ പ്രൊസഷന് വേണ്ടിയിട്ട് പോകാട്ടോ, പ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട്. ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. അതിപുരാതനമായ ജെറുസലേം നഗരമധ്യത്തിലൂടെ ക്രിസ്തുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന്റെ ഭാഗമാകാൻ പോകുന്നതിന്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ആധുനിക ഗ്രാമമായ അൽ അസറിയയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ബേത്ഫഗയിലേക്കാണ്. അവർ ജെറുസലേമിനെ സമീപിക്കവേ ഒലിവ് മരക്കരികെയുള്ള ബേത്ഫഗയിലെത്തി. അപ്പോൾ യേശു തൻ്റെ 2 ശിഷ്യന്മാരെ പ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകന്മാർ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണിത് സംഭവിച്ചത്. കുരിശുമരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് യേശു ജെറുസലേമിൽ എത്തിയതിനെ അനുസ്മരിക്കുന്ന 4 കാനോനിക സുവിശേഷങ്ങളിലെ വിവരണമാണ് ജെറുസലേമിലേക്കുള്ള യേശുവിന്റെ രാജകീയ പ്രവേശനം. അതായത് ഈസ്റ്ററിന് മുമ്പുള്ള ഞായറാഴ്ച വരുന്ന ക്രിസ്തീയ തിരുനാളാണ് ഓശാന ഞായർ, അല്ലെങ്കിൽ കുരുത്തോല പെരുന്നാൾ. കഴുതപ്പുറത്തേറി ജെറുസലേമിലേക്ക് വന്ന യേശുവിനെ ഒലിവ് ചില്ലകളും ഈന്തപ്പനയോലകളും വഴിയിൽ വിരിച്ച് ഓശാന ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന് പാടി സാധാരണക്കാരായ ജനങ്ങൾ വരവേറ്റ ബൈബിൾ സംഭവത്തെ അനുസ്മരിപ്പിക്കുന്ന ദിവസം. ഓശാന ഞായറാഴ്ചയോടു കൂടിയാണ് ക്രൈസ്തവ സഭകൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ബൈബിളിൽ പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിലും യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെപ്പറ്റി വിവരണമുണ്ടെങ്കിലും യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് കൃത്യമായ ഒരു സമയരേഖ നൽകിയിട്ടുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യഹൂദരുടെ പെസഹാ തിരുനാളിന്റെ 6 ദിവസങ്ങൾക്ക് മുൻപായി യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയിലേക്ക് വന്നു എന്നും പിറ്റേന്ന് പെസഹാ തിരുനാളിന് വന്ന വലിയൊരു പുരുഷാരം യേശു ജെറുസലേമിലേക്ക് വരുന്നു എന്ന് കേട്ട് ഈന്തപ്പനകളുടെ കുരുത്തോലയും എടുത്തുകൊണ്ട് ഹോസാന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവനെ എതിരേൽക്കാൻ ചെന്നതായും എഴുതിയിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിലെ വിവരണം ഇങ്ങനെയാണ്: അവർ ജെറുസലേമിനെ സമീപിക്കുകയായിരുന്നു. ഒലിവ് മലയ്ക്ക് സമീപമുള്ള ബേത്ഫഗെ, ബഥാനിയ എന്നീ സ്ഥലങ്ങൾക്കടുത്തെത്തിയപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരുവിൻ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്, ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക. അവർ പോയി തെരുവിൽ ഒരു പടിവാതിക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവർ അവനോട് ചോദിച്ചു: നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത്? യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു. അതിനെ കൊണ്ടുപോകാൻ അവർ അനുവദിച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്ന് അതിന്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. വളരെ പേർ തെരുവീതികളിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റുള്ളവർ വയലിൽ നിന്ന് പച്ചക്കൊമ്പുകൾ മുറിച്ചു നിരത്തി. അവന്റെ മുമ്പിലും പിൻപിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു: ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം. ഉന്നതങ്ങളിൽ ഓശാന. അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി. സമാനമായ വിവരണം മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും നൽകിയിട്ടുണ്ട്. ഒലിവ് മലയിൽ നിന്ന് കിഴക്കോട്ട് എൽ അസറിയ ഗ്രാമത്തിലേക്കും, അതായത് പുരാതന ബദനിയിലേക്കും ജെറുസലേം ജെറീക്കോ ഹൈവേയിലേക്കും ഇറങ്ങുന്ന കുത്തനെയുള്ള റോഡിനരികിൽ നിർമ്മിച്ച ഒരു ഫ്രാൻസിസ്കൻ ദേവാലയത്തിലാണ് യേശുവിന് ജെറുസലേമിലേക്കുള്ള വിജയകരമായ പ്രവേശനത്തിന്റെ ഓർമ്മ സൂക്ഷിച്ചിരിക്കുന്നത്. ഹീബ്രു ഭാഷയിൽ ബേത്ഫഗെ എന്ന പേരിനർത്ഥം പഴുക്കാത്ത അത്തിപ്പഴങ്ങളുടെ വീട് എന്നാണ്. ഈ പ്രദേശത്ത് ഫലമില്ലാത്ത അത്തിവൃക്ഷത്തെ യേശു ശപിച്ചതിനെ ഇത് ഓർമ്മിപ്പിക്കുന്നു. യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയതിന്റെ പ്രതീകാത്മകത
കിഴക്കൻ പാരമ്പര്യത്തെ സൂചിപ്പിക്കാം. യുദ്ധത്തിന്റെ മൃഗമായ കുതിരയിൽ നിന്ന് വ്യത്യസ്തമാണ് സമാധാനത്തിന്റെ മൃഗമായ കഴുത. ഒരു രാജാവ് യുദ്ധത്തിന് തുനിഞ്ഞിറങ്ങുമ്പോൾ സമാധാനത്തോടെയുള്ള തന്റെ വരവിനെ പ്രതീകപ്പെടുത്താൻ കഴുതപ്പുറത്ത് കയറിയിരിക്കുമായിരുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം യുദ്ധരാജാവായിട്ടല്ല, സമാധാന പ്രഭു എന്ന നിലയിലാണ് പ്രതീകപ്പെടുത്തുന്നത്. അങ്ങനെ രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങൾ. അതുപോലെ തന്നെ യേശു ജെറുസലേമിനെ സമീപിക്കുമ്പോൾ അവൻ ആ നഗരത്തെ നോക്കി കരഞ്ഞു എന്ന് ലൂക്കോസ് സുവിശേഷകനും രേഖപ്പെടുത്തുന്നു. തന്റെ വരാനിരിക്കുന്ന പീഡാനുഭവത്തെയും നഗരത്തെ കാത്തിരിക്കുന്ന കഷ്ടപ്പാടുകളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് പഴയ ജെറുസലേം നഗരത്തിലെ ടെമ്പിൾ മൗണ്ടിലുള്ള അൽ അക്സ പള്ളി കോമ്പൗണ്ടിന്റെ മധ്യഭാഗത്തുള്ള ഒരു ഇസ്ലാമിക ദേവാലയമാണ് ഡോം ഓഫ് ദി റോക്ക്. ബൈസന്റിയൻ വാസ്തുവിദ്യാ പാരമ്പര്യത്തിൽ വേരൂന്നിയതാണ് ഡോം ഓഫ് ദി റോക്കിന്റെ ഘടനയും അലങ്കാരവും. ജെറുസലേമിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ ജൂത സെമിത്തേരിയാണിത്. പുരാതന കാലത്ത് ഒലിവുമല ഒരു പരമ്പരാഗത ജൂത ശവസംസ്കാര സ്ഥലമായിരുന്നു. ഇന്നത്തെ സെമിത്തേരിക്ക് ഏകദേശം 5 നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഇസ്ലാമിക വാസ്തുവിദ്യാ സൃഷ്ടിയാണിത്. മനോഹരമായ താഴികക്കുടത്തിന്റെ കാഴ്ചകളും ജൂവിഷ് സെമിത്തേരിയുടെ കാഴ്ചകളും ഞങ്ങളുടെ ഓശാന പ്രദക്ഷിണത്തിന് മാറ്റി നൽകി. ആദ്യകാല ആധുനിക ജൂത ചരിത്രത്തിലെ പ്രശസ്തരായ വ്യക്തികളുടെ ശവകുടീരങ്ങൾ ഉൾപ്പെടെ 70,000 മുതൽ 1,50,000 വരെ ശവകുടീരങ്ങൾ ഈ സെമിത്തേരിയിലുണ്ട്. ഭൂമിയിലെ ഏറ്റവും വലുതും പവിത്രമായ ചരിത്ര ജൂത സെമിത്തേരിയായി ഇത് കണക്കാക്കപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിൽ ജെറുസലേമിലെ ജൂത ശ്മശാനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്നു. കാരണം അവ ജെറുസലേമുകാരുടെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജൂതന്മാരുടെയും അവസാന സംഗമ സ്ഥലമായിരുന്നു. കാലക്രമേണ വാർദ്ധക്യത്തിൽ നിരവധി ജൂതന്മാർ ജെറുസലേമിലേക്ക് വന്നത് അവരുടെ ജീവിതകാലം മുഴുവൻ അവിടെ ജീവിക്കുവാനും അതിന്റെ പുണ്യഭൂമിയിൽ സംസ്കരിക്കപ്പെടുവാനുമാണ്. ഒലിവ് മലയുടെ അടിവാരത്തുള്ള ഗത്സമനിലാണ് ഇന്നത്തെ നമ്മുടെ ദിവ്യബലിയും ഓശാനയുടെ കർമ്മങ്ങളും നടക്കുന്നത്. പുതിയ നിയമത്തിൽ യേശു ക്രൂശിക്കപ്പെടുന്നതിന് തലേ ദിവസം രാത്രി പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരോടൊപ്പം പോയ സ്ഥലമായി ഇതിനെ കണക്കാക്കുന്നു. ഹീബ്രു ഭാഷയിൽ ഗത്സമൻ എന്ന പേരിന്റെ അർത്ഥം എണ്ണ അമർത്തുക എന്നാണ്. മാതാവിന്റെ ശവകുടീരത്തിന് മുന്നിലുള്ള തുറന്ന മുറ്റത്ത് നിന്ന് വലതുവശത്തേക്ക് നയിക്കുന്ന ഇടുങ്ങിയ മതിലുള്ള ഇടനാഴിയിലൂടെയാണ് ഗത്സമനിലെ ഗ്രോട്ടോയിലേക്കുള്ള പ്രവേശനം. ഇവിടെയാണ് നമ്മുടെ ദിവ്യബലി ഇന്ന് നടക്കുന്നത്. ഏകദേശം 190 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള ഈ ഗ്രോട്ടോ യേശുവിന്റെ കാലത്തിൽ നിന്ന് അടിസ്ഥാനപരമായി മാറ്റമൊന്നുമില്ല. യേശു പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങിയ സ്ഥലം ഇതാണെന്നും യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്ത സ്ഥലം ഇതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. പ്രധാന ബലിപീഠത്തിന് താഴെയുള്ള വെങ്കല രൂപങ്ങൾ ഉറങ്ങുന്ന 2 ശിഷ്യന്മാരെ ചിത്രീകരിക്കുന്നു. പ്രധാന അൾത്താരയ്ക്ക് മുകളിലായി അപ്പസ്തോലന്മാർക്കിടയിൽ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ ഒരു ചിത്രവും നമുക്ക് കാണാം. ചുമരിലെ ലിഖിതങ്ങൾ പല വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ രാജാവ് രക്തം വീർത്തിരുന്നു, രക്ഷകനായി ക്രിസ്തു പലപ്പോഴും ഇവിടെ പോയിരുന്നു, എന്റെ പിതാവേ, അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് കടന്നു പോകട്ടെ എന്നിങ്ങനെ. അവിടുത്തെ സഹനത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഉത്താനത്തിന് പങ്കുചേർന്ന് അർഹരാകുകയും ചെയ്യുവാൻ ഞങ്ങളെ കാരുണ്യപൂർവ്വം അംഗീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ പ്രാർത്ഥന കേട്ടരുളണമേ. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി, ആകയാൽ
ദൈവം അവനെ അത്യധികം ഉയർത്തി. നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല. അനന്തരം അവൻ അവരോട് ചോദിച്ചു, പക്ഷേ അവരൊന്നിനും ഉത്തരം പറഞ്ഞില്ല. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവന്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു. ഹെരോദ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവൻ. നമ്മൾ ഓശാനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഈശോ ഒരു കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് കയറി പട്ടണത്തിലേക്കുള്ള രാജകീയ പ്രവേശനമാണ്. ദൈവത്തിൽ നിന്ന് പ്രകാശിപ്പിക്കാം. ഇവ അങ്ങേ ദൈവപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീർമാറാകട്ടെ. ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക സന്യസ്തഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. ഞങ്ങളുടെ പ്രതിയടച്ച സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനത്തിൽ പോകുവിൻ. Our hearts beat to the city streets. We began to feel the fire.
tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Now the morning is the afternoon. We lay awake in bed. The laugh so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be, we're gonna be two hearts running wild. The moonlight, the summer sky, it was the best we ever had. It was എല്ലാവർക്കും ഓശാനയുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഹാപ്പി ഓശാന.